എന്തു പറ്റി വിഷമിച്ചിരിക്കണേ? ഒന്നുമില്ല മോളെ. മനോജേട്ടാ, എന്താ എന്താ പറ്റിയേ? നീ കരയാണ്ട് കാര്യം പറയും സുനിതേ. എന്താ ഉണ്ടായത്? പറയ. ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരെ ചുമ്മാ നിർബന്ധിച്ചുകൊണ്ട് അവളുടെ കൂടെ ഞാനൊരു ലഹരി വിരുദ്ധ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പറഞ്ഞ ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മുടെ മോൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ചാൽ നീ അതൊക്കെ കൂട്ടിക്കെട്ടി നമ്മുടെ മോന്റെ സ്വഭാവത്തിലേക്ക് കണക്ട് ചെയ്യേണ്ട വലിയ ആവശ്യമുണ്ടോ? നീ കരയാതെ. അവിടെ പറഞ്ഞത് ഞാൻ പറയാം, അപ്പോൾ ചേട്ടന് മനസ്സിലാകും. ലഹരി ഉപയോഗിക്കുന്നവരുടെ ഫോണിലെ ഗ്യാലറിയിൽ മദ്യക്കുപ്പികളുടെയും പുകവലിച്ചു വിടുന്ന കൂട്ടുകാരുടെ ഫോട്ടോകളും അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതിൻ്റെ പേരിൽ കേസിലകപ്പെട്ട സെലിബ്രിറ്റികളുടെ ഫോട്ടോകളും കഞ്ചാവ് ചെടികളുടെ ഫോട്ടോകളും ചില മിഠായികളുടെയും ചോക്ലേറ്റുകളുടെയും ചില മരുന്നുകളുടെയും ഫോട്ടോകൾ കാണാം. ഉപയോഗം കഴിഞ്ഞ ക്രെഡിറ്റ് കാർഡുകൾ കുട്ടികൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇങ്ങനെ നോട്ട് മടക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെയും നമ്മൾ ശ്രദ്ധിക്കണം. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ സമയത്ത് വീട്ടിൽ വരില്ല, റൂമിൽ നിന്നും പുറത്തിറങ്ങില്ല, സമയത്ത് ഭക്ഷണം കഴിക്കില്ല, പകൽ സമയത്ത് ഉറങ്ങുന്നു, ഇങ്ങനെയൊക്കെയായി മാറും. സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ച് 3-4 മണിക്കൂർ കഴിഞ്ഞാൽ അവരുടെ ഹാപ്പിനെസ് ഹോർമോൺ കുറഞ്ഞു വരികയും ഡള്ളാവുകയും ചെയ്യുന്നു. കുറേ നാളുകൾക്ക് ശേഷം അവർ ഡിപ്രഷനിലേക്ക് പോവുകയും ഉറക്കമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇത് ഉപയോഗിക്കുന്നവരുടെ പല്ലു പൊടിഞ്ഞു തുടങ്ങും, എല്ലുകൾക്ക് ബലം കുറയും, ഒടിയാൻ സാധ്യത കൂടുതലാണ്. എന്താ? ഒന്നുമില്ല, ചൂടാ. നമുക്ക് പോയാലോ? കുറച്ചു നേരം കൂടി ഇരിക്കാം. സിന്തറ്റിക് ഡ്രഗ്സിന് വലിയ വിലയാണ്. പൈസ ഇല്ലാത്തപ്പോൾ ഇവർ മോഷണം, പിടിച്ചുപറി, കൊള്ള, എന്തിനേറെ കൊലപാതകം വരെ ചെയ്യാൻ മടിക്കില്ല. ഇവർക്ക് ആരെയും വിശ്വാസം ഉണ്ടാകില്ല. എല്ലാവരും ചതിയന്മാരാണ്, കൊല്ലാൻ വേണ്ടിയാണ് ഇരിക്കുന്നതെന്ന് തോന്നും. അതുകൊണ്ട് എപ്പോഴും അവർ ഏതെങ്കിലും ആയുധം കയ്യിൽ കരുതും. സ്വയം രക്ഷയ്ക്ക് അവരെന്തും ചെയ്യും. ഇത് ഉപയോഗിക്കുന്നതും വിൽപ്പന നടത്തുന്നതും ഗുരുതരമായ കുറ്റമാണ്. ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവരെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമ്മൾ പനിക്ക് ചികിത്സിക്കാൻ ഡോക്ടറെ കാണുന്നത് പോലെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ചാൽ മതി. അനുചേട്ടാ, അവനിലെ മാറ്റം ഗൗരവത്തോടെ എടുക്കാതിരുന്നത് നമ്മുടെ തെറ്റായിപ്പോയി.
ഇങ്ങനെയുള്ളവരുടെ കയ്യിലകപ്പെടുമെന്ന് ഞാനും കരുതിയില്ല. ആ, മനു എന്തി? ഞാൻ വരുന്നതിന് മുമ്പേ കഥ കടിച്ചകത്തിരിക്കുകയാണ്. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. നമുക്കൊന്ന് പോയി വിളിച്ചാലോ? നമ്മുടെ മോന്റെ സ്വഭാവത്തില് വ്യത്യാസമുള്ള കാര്യം നീ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല, അതെങ്ങനെ പറയും? അത് നന്നായി. ഒരാൾ അറിഞ്ഞ നാട്ടുകാരും മൊത്തം അറിയും. പിന്നെ നാട്ടിൽ തലയുയർത്തി നടക്കാൻ പറ്റാതാവും. മറ്റുള്ളവർ നമ്മളൊന്ന് വീണ് കാണാൻ ആഗ്രഹിക്കുന്നവരാ. ഇത് മാറ്റാൻ കൗൺസിലിംഗ് സൈക്കാട്രിസ്റ്റിനെ കണ്ടാ പോരെ? കൗൺസിലിങ്ങിന് ആ സാർ ഫോൺ നമ്പർ തന്നിട്ടുണ്ട്. നമുക്കാദ്യം മനുവിനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി നേർവഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. നമ്മുടെ മോൻ നമ്മൾ പറഞ്ഞ അനുസരിക്കുമെന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. ഞാനും അത് തന്നെ ഉദ്ദേശിച്ച്. മൂന്നാമത്തെ ഒരാൾ അറിയണ്ട. എടാ മനു, നീ ഒന്ന് വിളിച്ചേ. മനു, മനു, മനു. എന്താ കാര്യം? ഒന്നും ഉറങ്ങാനും സമ്മതിക്കില്ലേ? നീ എന്താ ഒന്നും കഴിക്കാത്ത? എനിക്ക് വിശക്കണില്ല. വിശക്കുമ്പോൾ ഞാൻ വാങ്ങിച്ചു കഴിച്ചോളാം. മോനെ, നീ ഇങ്ങ് വന്നേ. മോനോടൊരു കാര്യം ചോദിക്കട്ടെ. കഥ തോർക്കാൻ നീ എന്താ താമസിച്ചേ? രണ്ടുപേരും പുറത്തിറങ്ങി, എനിക്ക് പഠിക്കണം. നിന്നോടൊരു കാര്യം പറയണമെന്ന് അച്ഛൻ പറഞ്ഞില്ലേ? എങ്കിൽ വേഗം പറഞ്ഞിട്ട് സ്ഥലം വിടാൻ നോക്ക്. നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഒരുമാതിരി ശത്രുക്കളോട് സംസാരിക്കുന്ന പോലെ. പറഞ്ഞാൽ മനസ്സിലാവില്ല, എനിക്ക് പഠിക്കണമെന്ന്. എടാ മോനെ, നീ ഇവിടെ വന്നിരിക്കുക. നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇയാളോട് പുറത്ത് പോകാനല്ലേ പറഞ്ഞേ? എന്താ മോനെ നീ മര്യാദ ഇല്ലാണ്ട് പെരുമാറുന്നു? നീ ഒന്നും ശരിയല്ല. അച്ഛനാണ് പോലും. ഞാൻ പൈസ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ എനിക്ക് തരാറുണ്ടോ? നിങ്ങൾ രണ്ടുപേരും പൈസ തരാത്തത് കൊണ്ടാണ് ഞാൻ ബൈക്കിൽ മാല വരെ മോഷ്ടിക്കാൻ ഇറങ്ങിയത്. എന്താ മോനെ ഞങ്ങളീ കേൾക്കണേ? നിങ്ങൾ രണ്ടുപേരും ഇതിനൊക്കെ കാരണം. നീ വന്നേ, വന്നേ, വാ. നീ ഇവിടെ ഇരുന്നേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞങ്ങൾ പറയുന്ന കേൾക്ക. നിന്റെ ഇപ്പോഴത്തെ പോക്കത്ര ശരിയല്ല. നീ പഠിച്ച കുട്ടിയല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാവോ? ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എനിക്ക് ഉപദേശം ഇഷ്ടമല്ല. എന്നെ ഉപദേശിച്ച എന്റെ കൂട്ടുകാരെ ഞാൻ അടിച്ചോടിച്ചിട്ടുണ്ട്. എനിക്ക് ഒറ്റയ്ക്കിരിക്കണം. നിങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങാം. ലഹരി രാസലഹരി അടിമ അടിമ ഞാൻ അടിമ. ലഹരി ലഹരി രാസലഹരി അടിമ അടിമ ഞാൻ അടിമ. കണ്ണുകൾ കറുത്തു, സ്വപ്നങ്ങൾ പൊട്ടുന്നു, ചുറ്റുമോടം നോക്കി നിമിഷം മങ്ങുന്നു. മനുഷ്യൻ തീരങ്ങൾ തട്ടി വീഴുന്നു, കാഴ്ചകൾ മായുന്ന പ്രപഞ്ചം കറങ്ങുന്നു. കണ്ണുകൾ തുറക്കൂ, സ്വരങ്ങൾ കേൾക്കൂ, ഇനി തീർത്തു പാടൂ. ലഹരി 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 രാസലഹരി അടിമ. മോനെ, മൂന്നുപേരും പുറത്തിറങ്ങിക്കൊള്ളണം, അല്ലെങ്കിൽ ഇനി മേടിക്കണ്ട. കയ്യനക്കാതെ വെക്കണം. ശരീരം അനക്കാതെ സൂക്ഷിക്കണം. ശരി. സിസ്റ്ററെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ശരീരം അനക്കരുത്.
അമ്മയുടെ ശരീരം അരക്കാൻ നോക്കണം കേട്ടോ. ശരി. അമ്മ 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 നോക്കമ്മ. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ആരും ചെയ്തു കൂടാത്ത തെറ്റാ ഞാൻ ചെയ്തത്. മോനെ, ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായല്ലോ. തെറ്റ് തിരുത്തുക, ബാക്കിയെല്ലാം താനെ ശരിയായിക്കോളും. കൊച്ചു കുട്ടിയൊന്നുമല്ലോ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ. അടുത്ത മാസം കാനഡയിൽ പഠിക്കാൻ പോകാനുള്ളതല്ലേ? അതിനൊത്തിരി കഷ്ടപ്പെട്ട് കടം മേടിച്ചാണ് പൈസ അടച്ചത്. മോനെപ്പോഴും പറയാറില്ലേ കാനഡയിൽ പോയി പഠിച്ച് വലിയ ജോലി നേടണമെന്ന്. ഞാൻ നിർത്തി. ഇത്രയും സംഭവിച്ചിട്ട് ഞാൻ നിർത്തിയില്ലേ പിന്നെ ഞാനൊരു മനുഷ്യനാണ്. ഞങ്ങൾക്കത് കേട്ടാൽ മതി. സന്തോഷമായി. എൻ്റെ മോനെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. എൻ്റെ കൂട്ടുകാരി ശ്യാമ ഒരു ചോക്ലേറ്റ് തന്നു. അതിൽ തുടങ്ങിയതാണ് ഞാനിങ്ങനെയായി. ഉപയോഗിക്കാതിരിക്കാൻ പറ്റാതായി. ഞാൻ നിങ്ങളോട് പല കള്ളങ്ങളും പറഞ്ഞ് പൈസ മേടിച്ചു. പൈസ വീട്ടിൽ നിന്ന് കിട്ടാതായപ്പോൾ മോഷ്ടിച്ചു. തീരെ നിവർത്തിയില്ലാതെ വന്നപ്പോൾ ഭ്രാന്ത് പിടിക്കുന്ന മാതിരി തോന്നി. അരുതാത്തത് പലതും ചെയ്തു. ഇനിയിപ്പോൾ ഇത് വേണമെന്ന് തോന്നിയാൽ എന്തു ചെയ്യും? ഇനി ഞാൻ ഉപയോഗിക്കില്ല. ഇന്ന് രാവിലെ തന്നെ തീരുമാനിച്ചു. എൻ്റെ കുടുംബത്തിനെ കഷ്ടപ്പെടുത്താനോ നഷ്ടപ്പെടുത്താനോ ഞാൻ തയ്യാറല്ല. ഞാൻ നിങ്ങളുടെ രണ്ടുപേരെയും തല തൊട്ട് സത്യം ചെയ്യുക, ഇനിയൊരിക്കലും ഞാൻ ലഹരി ഉപയോഗിക്കില്ല. അവൻ പറഞ്ഞല്ലോ, അവനെ തന്നെ നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ്. മറ്റുള്ളവരെ പോലെയല്ല. അവൻ പറഞ്ഞത് തന്നെയാണ്. ചേട്ടാ, നെഞ്ചുവേദന എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. എന്നോട് ക്ഷമിക്കച്ച. നല്ല കുട്ടിയായല്ലോ, അത് മതി. പടിയിറങ്ങിയപ്പോൾ അമ്മ തെന്നി വീഴുന്നാണ് ഡോക്ടറിനോട് പറഞ്ഞത്. അച്ഛാ, എനിക്കിന്ന് കോളേജിൽ ഫീസ് അടയ്ക്കേണ്ട അവസാന ദിവസം. അല്ല, അച്ഛന് വിശ്വാസം ഇല്ലെങ്കിൽ അച്ഛൻ പോയി അടച്ചോ, ഞാനിവിടെ ഇരുന്നോളാം. മോനെ വിശ്വാസമാണ്. അമ്മ, ഞാൻ ഫീസ് അടച്ചിട്ട് വരാം. മോനെ, നോക്കി പോണം. അവന്മാരെ കണ്ട മിണ്ടാൻ നിൽക്കണ്ട. ലഹരി ലഹരി കയ്യിലൊരു കത്തി, മനസ്സിൽ ചോര മയക്കിയൊരു പാതി, വെയിൽ മൂടി നിഴലായി പയുന്നു പാതിര, നീരാടി പൊള്ളുന്ന നാളൊന്നു. ലഹരി ലഹരി രാസലഹരി, അടിമ അടിമ ഞാൻ അടിമ. ലഹരി ലഹരി രാസലഹരി, അടിമ അടിമ ഞാൻ അടിമ.
കണ്ണുകൾ കറുത്തു, സ്വപ്നങ്ങൾ പൊട്ടുന്നു, ചുറ്റുമോടം നോക്കി നിമിഷം മങ്ങുന്നു, മനുഷ്യൻ തീരങ്ങൾ തട്ടി വീഴുന്നു, കാഴ്ചകൾ മായുന്ന പ്രപഞ്ചം. പെട്ടെന്ന് എടുത്ത് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല, ഭ്രാന്തനായി പോവും. അതുകൊണ്ട് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് നിർത്താം. വീട്ടിലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. നിർത്തണം നിർത്തണം നിർത്താം. കണ്ണുകൾ തുറക്കൂ, സ്വരങ്ങൾ കേൾക്കൂ, ഇനി തീർത്തു പാടൂ. ലഹരി ലഹരി രാസലഹരി, അടിമ അടിമ ഞാൻ അടിമ. ലഹരി ലഹരി രാസലഹരി, അടിമ അടിമ ഞാൻ അടിമ. ബ്രെയിൻ കിഡ്നി ലിംഗശേഷി, വീട് വീടിനു മാറിയ മേശി, ജീവിതം നിശബ്ദ താളമില്ലാതെ വഴി കണ്ടുപോകും ചന്ദ്രനില്ലാതെ. എടാ അമലെ, മൊള്ളിയുണ്ടോ? സ്കോർ കൂടി. എപ്പോഴും കൂടിക്കഴിഞ്ഞാൽ പാവപ്പെട്ട ഞങ്ങൾ എന്ത് ചെയ്യൂടാ? പാവപ്പെട്ടവന് ഉപയോഗിക്കേണ്ടെന്ന് വെക്കണം. ജോയിന്റ് ഉണ്ടോ? ഇല്ല, അല്പം മാറി ആരെങ്കിലും വരുവാണെങ്കിൽ ജോയിന്റ് ആക്കി വിടാം. അതെനിക്ക് തികയില്ല. ഞാൻ നിങ്ങളുടെ രണ്ടുപേരെയും തല തൊട്ട് സത്യം ചെയ്യുക, ഇനിയൊരിക്കലും ഞാൻ ലഹരി ഉപയോഗിക്കില്ല. മോനെ വിശ്വാസമാണ്. അദ്ദേഹം ഒത്തിരി കഷ്ടപ്പെട്ട് കടം മേടിച്ചാണ് പൈസ അടച്ചത്. മഴ പെയ്യുന്നു പെയ്യുന്നു പെയ്യുന്നു, മണ്ണിൽ നിന്നെ മൂടുന്നു, നിന്റെ സ്വരം കെട്ടുന്നു, നീരിന്റെ നിറം മങ്ങുന്നു, വളർത്തിയ മരങ്ങൾ തറയിലേക്ക് വീഴുന്നു, മിഴികൾ അടയ്ക്കുന്നു. മൊള്ളി 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 മനസ്സിൽ ഒരിടവേള, മൊള്ളി 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 എന്താണ് സത്യം, മൊള്ളി മൊള്ളി മൊള്ളി. വെളിച്ചം ദൂരെയായി, ഇരുട്ടിൽ നീ ഒരു തണൽ, നീ കാണാതെ പോകുന്നു, പാതകൾ തിരിഞ്ഞു തിരിഞ്ഞു, മഴയുടെ ഗന്ധം മാറുന്നു, നിന്റെ ശബ്ദം നിലയ്ക്കുന്നു. മൊള്ളി 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 മനസ്സിൽ ഒരിടവേള, മൊള്ളി 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 എന്താണ് സത്യം, മൊള്ളി മൊള്ളി മൊള്ളി. എനിക്ക് അത്യാവശ്യമായിട്ട് പൈസ വേണം. അമ്മ ആശുപത്രിയിലാണ്, ഒരുപാട് ചിലവുണ്ട്. നീ ഒന്ന് ചോദിച്ചില്ലേ സെയിൽ ചെയ്യാമെന്ന്? ചെയ്യാം, എനിക്ക് പൈസ വേണം. ശരി ശരി, ഞാൻ പോകാം. ആസിഫ് ഇവിടെ നിൽക്കട്ടെ, ഞാൻ മനുവിന് ഫോൺ കൊടുക്കാം. ഹലോ, എടാ ഇന്ന് മറ്റേ എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുത്തും വാനമ്പാടി സ്കൂളിന്റെ അടുത്താണ് സെയിൽ ചെയ്യേണ്ടത്. നിനക്ക് മറ്റേ കോളേജിന്റെ അടുത്ത് സെല് ചെയ്യാൻ പറ്റുമോ? ആ ചെയ്യാം. ലഹരി ലഹരി
അവര് മൂവിങ് ആണ്. അടിമയിലെ സിരകളിൽ ഞാൻ ഓടിച്ചു ശരിയാവില്ല. മഴ പെയ്യുമോ? നീ ഓടിച്ചോ. ഞാനോട് ശരിയാ മതിയായി. വിയർപ്പിന്റെ കാടുകളിൽ കുരുക്കളോ അടിമ അടിമ മനമിഴികളടിമ തടി തകർന്ന് പൊടിയുന്നു. ലഹരി ലഹരി രാസലഹരി മനം പൊടിയും കൈകളെ അടിമ മരുന്നിൻ കീഴിൽ വീഴും. പുറലോകല്ല അമ്മാര് പൂജാൻ കൂട്ടും. ഹലോ. ആ മനുവിന്റെ അച്ഛനല്ലേ? ആ ആ ഇത് നോർത്ത് എക്സൈസ് ഓഫീസിൽ നിന്നും എസ്ഐയെ വിളിക്കുന്നത്. അങ്ങനെ ഒരു ഡ്രഗ് കേസുമായി ബന്ധപ്പെട്ട് ഒരു അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്നും ഉടനല്ല ഇവിടെ വരണം. മനു 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 നിനക്കൊരു ദുഃഖവാർത്തയുണ്ട്. നിന്റെ അച്ഛൻ മരണപ്പെട്ടു. നിന്റെ അമ്മാവൻ ജാമ്യത്തിൽ ശ്രമിക്കുന്നുണ്ട്. അയ്യോ, ഞാനെവിടെയാ?
അയ്യോ സാറേ, എന്റെ അച്ഛനെന്നെ സാറേ പറ്റിയേ. അയ്യോ സാറേ, 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 എന്റെ അച്ഛനെന്നെ സാറേ പറ്റിയേ. സാറേ, എന്നെ തുറന്നു വിട് സാറേ, 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 തുറന്നു വിട് സാറേ. സാറേ, സാറേ, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല സാറേ, തുറന്നു വിട് സാറേ, ഞാൻ കാല് പിടിക്കാം സാറേ, സാറേ. ഈ നശിച്ച ലഹരിയുമേ കാരണം എനിക്കെന്റെ കുടുംബം നഷ്ടമായി, കൂട്ടുകാര് പോയി, അമ്മ, പെങ്ങള്, എന്റെ അച്ഛനെ അവസാനമായിട്ടൊന്ന് കാണാൻ പോലും തലമുട്ടി തിരികുന്നേ. സാറേ, ഞാനിത് പോയി കാണട്ടെ സാറേ, സാറേ പ്ലീസ് സാറേ, സാറേ ഞാൻ ലഹരി ഉപയോഗിക്കില്ല സാറേ, പ്ലീസ് സാറേ, സാറേ ഒന്ന് കണ്ടിട്ട് വരാം സാറേ, എല്ലാം തുറന്നു വിടും സാറേ, ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി, ഞാൻ ഓടില്ല സാറേ, സാറേ. ബഹുമാനപ്പെട്ട കോടതി സംശയം, കഴിഞ്ഞ ദിവസം പിടിക്കപ്പെട്ട മനു എന്ന ചെറുപ്പക്കാരൻ്റെ അച്ഛൻ നെഞ്ചുവേദന തുടർന്ന് മരണപ്പെട്ടു. മനുവിൻ്റെ അമ്മ നട്ടല് തകർന്ന് ആശുപത്രിയിൽ കിടപ്പിലാണ്. 12 വയസ്സായ ഒരു കുട്ടി മാത്രമാണ് കൂടെയുള്ളത്. മനുവിന് അവസാനമായി തൻ്റെ അച്ഛനെ കാണുവാനും അന്ത്യകർമ്മങ്ങൾ ചെയ്യുവാനും വേണ്ടി മാത്രം ജാമ്യം അനുവദിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നു. ഒരു തലമുറയെയാകെ നശിപ്പിക്കത്തക്ക തരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചതിനും കൈവശം സൂക്ഷിച്ചതിനുമാണ് മനു പിടിക്കപ്പെട്ടത്. കുടുംബത്തിനോടും സമൂഹത്തിനോടും യാതൊരു പ്രതിബദ്ധതയും കാണിക്കാതെ ലഹരി പദാർത്ഥം ഉപയോഗിക്കുകയും വ്യാപാരം ചെയ്യുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്ത മനു കോടതിയുടെ കരുണയ്ക്ക് അർഹനല്ല. ഒരു നിമിഷം പോലും പുറം ലോകം കാണിക്കുന്നത് സമൂഹത്തിന് നൽകുന്ന തെറ്റായ സന്ദേശവും ദ്രോഹവുമാണ്. മുമ്പ് ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഈ കോടതി തന്നെ പല ഉത്തരവുകളിലൂടെയും വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. 500 ഗ്രാം MDMA മെഥലൈൻ ഡയോക്സി മെത്താംഫിറ്റാമിൻ എന്ന സിന്തറ്റിക് ഡ്രഗ്സ് കൈവശം വെച്ചത് NDPS ആക്ട് സെക്ഷൻ 21 പ്രകാരം 10 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും, സെക്ഷൻ 27 പ്രകാരം ഉപയോഗിച്ചതിന് 1 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും ഈടാക്കാവുന്ന കുറ്റമാണ്. ഇത്തരം ഗുരുതര കുറ്റകൃത്യം ചുമത്തപ്പെട്ട മനുവിന്റെ ജാമ്യാപേക്ഷയിന്മേലുള്ള തീരുമാനം ഉച്ചയ്ക്ക് ശേഷം കോടതി കൂടുമ്പോൾ തീർപ്പാക്കുന്നതാണ്. ലഹരി ലഹരി രാസലഹരി ലഹരി മൊഴി 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 ലഹരി 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 രാസലഹരി ലഹരി മൊഴി 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 ലഹരി 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 രാസലഹരി അടിമ 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 ഞാനിനി അടിമ ഞാനിനി അടിമ. നിന്റെ ചിരി എന്റെ ലോകം, നിന്റെ കൂടെ ഞാൻ എന്നും പറന്നു പറന്നു പോകാം, ഈ ലോകം മറക്കാം. ലഹരി ലഹരി രാസലഹരി മൊഴി 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 ലഹരി 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 രാസലഹരി മൊഴി 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 ലഹരി.